ഹായ്, എസ് ബി ഉള്ളതാണ്. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ സമയത്ത് ചോദിക്കുന്ന ഔചിത്യമാണോ എന്നറിയില്ല. എന്നിരുന്നാലും കേരളത്തിൽ ഒരു സർക്കാർ മാറിയിട്ട് 2 മാസം തികയാൻ പോവുകയാണ്. നിങ്ങളുടെ ഒരു വിലയിരുത്തലിൽ കഴിഞ്ഞുപോയ സർക്കാരാണോ ഇപ്പോൾ അധികാരത്തിൽ വന്ന വി.ഡി. സതീശൻ സർക്കാരാണോ ശരി? വെറുതെ ഒരു കൗതുകത്തിന് അറിയാൻ വേണ്ടിയാണ്. കാര്യം മനുഷ്യർക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെ വിലയിരുത്താൻ അധിക സമയം വേണ്ടാത്തൊരു കാലമാണ്. അങ്ങനത്തെ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നലകളിൽ 10 വർഷം ഭരിച്ചൊരു സർക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ആ സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ മതവികാരത്തെ വല്ലാതെ ഉണർത്തിവിട്ടിരുന്നു. കാര്യം മതങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് വേണ്ടിയിരുന്നത് കേരളം പൂർവ്വമായി മുന്നോട്ട് പോകുന്നവരല്ല, മതങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നവരാണ് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി അത് ന്യൂനപക്ഷ മതവികാരങ്ങൾ അങ്ങ് ആളിപ്പടരുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആളിപ്പടർന്ന് വിജയിപ്പിച്ചു കൊണ്ടുവന്നവർ കഴിഞ്ഞ ഒരു 2 മാസം എടുക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവരുടെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? വിലയിരുത്താറായോ എന്നാണ് ചോദ്യം. വിലയിരുത്താനായിട്ട് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ സംഭവമൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ 1.5 മാസത്തിനിടയിൽ പല പല പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ആ പരിഷ്കാരങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? അതൊരു ചോദ്യമായി ഉന്നയിക്കാമല്ലോ. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ആർക്കും ഉത്തരം ഉണ്ടാകാതിരിക്കല്ലോ. കാര്യം ഏതൊരു സർക്കാരും തുടക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് ജനോപകാരപ്രദമാകണം, മറ്റ് സർക്കാരിൽ നിന്ന് വിഭിന്നമാകണം. അങ്ങനെ കഴിഞ്ഞ സർക്കാർ ഈ നാട്ടിൽ ജനങ്ങളെ ഇരുട്ടത്താക്കിയിട്ടില്ല, ക്ഷേമങ്ങൾക്ക് കുറവ് കൊണ്ടുവന്നിട്ടില്ല. അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ, അതായത് അടിസ്ഥാന സൗകര്യമായിട്ട് സാധാരണക്കാരന് ഏറ്റവും വേണ്ടിയിരുന്നത് ആരോഗ്യ മേഖലയാണ്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളുടെയും ബിൽഡിങ്ങുകൾ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. രണ്ടാമത് വിദ്യാഭ്യാസമാണ്. എല്ലാ സർക്കാർ സ്കൂളുകളുടെയും ബിൽഡിങ്ങുകൾ നോക്കിയാൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും. മറിച്ച് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. നിങ്ങൾ എന്ത് കാണുന്നുണ്ട്? നിങ്ങൾ ചിരി കാണുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചിരി ഉണ്ടായിരുന്നില്ല. കാര്യം ചിരിക്കാനുള്ള സമയം വേണ്ടേ? ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ തോളിലേക്ക് വരികയാണ്. ഒരു സംസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ട ഉത്തരവാദിത്വം ഒരു ഭരണാധികാരിക്കുണ്ടാകും. ആ ഭരണാധികാരിക്ക് 24 മണിക്കൂറും ചിരിച്ചുകൊണ്ട് നടക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. ഗൗരവതരമായ വിഷയങ്ങൾ, സീരിയസ് കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നവർക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ ഈ നാട്ടിലെ സാധാരണക്കാരെ സഹായിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചിന്തകളുണ്ടാകും. അതിൻ്റെ പ്രതിഫലനം നിങ്ങൾ കണ്ടതാണ്. ക്ഷേമ പെൻഷൻ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്തതുപോലെ 2000 രൂപ കൈകളിൽ കിട്ടുന്നുണ്ട്. 2500 ഓഫർ ചെയ്തു, ചെയ്യാൻ പറ്റിയില്ല. കാര്യം നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. വാഗ്ദാനമല്ലല്ലോ, പറയുന്ന കാര്യം ചെയ്യണമല്ലോ. അത് പറഞ്ഞത് എന്താണോ അത് എത്തിയില്ലെങ്കിൽ പോലും അതിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി എത്തിച്ചേർന്നു. പക്ഷേ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നു? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരുട്ട് പടർന്നു കയറുന്നില്ല. അതായത് പൊടുന്നനെ നമ്മുടെ നാട്ടിൽ ലോഡ് ഷെഡിങ്ങും പവർ ഫെയില്യൂറൊക്കെ വന്നു തുടങ്ങിയില്ല, അല്ലെങ്കിൽ പവർ കട്ടൊക്കെ വന്നു തുടങ്ങിയില്ല. അത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. നിങ്ങളുടെ പെൻഷനുകൾ, ആനുകൂല്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണ്. കാര്യം ഒരു സൗജന്യം കൊടുത്തുകൊണ്ട് എന്തിനെയൊക്കെ നശിപ്പിക്കാൻ പറ്റൂ, ആ സൗജന്യത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ഈ നാട്ടിൽ 1000 രൂപ അവരുടെ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിച്ചിരുന്നു. നിന്നുപോയില്ലേ? അതൊന്നും ആവശ്യമില്ലെന്ന് പറയല്ലേ? പിന്നീട് എന്തെല്ലാം വാഗ്ദാനം. KSRTC ബസ്സിൽ കേരളത്തിലുടനീളം യാത്ര ഭാഗികമായി നടപ്പാക്കി. പ്രൈവറ്റ് മേഖല തകർന്നു. സാധാരണക്കാരുടെ സർവീസുകളായിട്ടുള്ള ഓട്ടോറിക്ഷ, മറ്റ് വാഹനങ്ങളെല്ലാം തകർന്ന് നാമാവശേഷമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി ഉമ്മൻചാണ്ടി ലൈഫ് ഇൻഷുറൻസ് 25 ലക്ഷം രൂപ നടപ്പാക്കിയോ? ഒന്നും നടപ്പാക്കിയിട്ടില്ല. നടപ്പാക്കുമോ? ഒരിക്കലുമില്ല. ജനം അതൊക്കെ മറന്നുപോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. ഇങ്ങനെ ചിരിച്ചില്ല, പക്ഷേ ചിരിക്കുന്ന ഒരാൾ വന്നു. ഡയലോഗ് അടിച്ചില്ല, നല്ല മധുരമുള്ള ഭാഷയിൽ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഡയലോഗ് എന്താണ്, പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾക്ക് ഈ 2 മാസത്തിനിടയിൽ വിലയിരുത്താൻ പറ്റിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം. കാര്യം എന്തും നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ തുടക്കത്തിൽ എന്ത് ചെയ്യുന്നു അതാണ് ഒരു സ്റ്റാർട്ടിംഗ് ആണല്ലോ ഏതിൻ്റെയും ഒരു ഗംഭീര വിജയം എന്ന് പറഞ്ഞാൽ. നമുക്ക് നല്ലൊരു സ്റ്റാർട്ടിംഗ് കിട്ടിയാൽ നമുക്കതിനൊരു എൻഡ് ഉണ്ടാക്കാൻ പറ്റും. സ്റ്റാർട്ടിംഗ് കിട്ടിയില്ലേ ഏത് മത്സരത്തിലും നമ്മൾ പരാജയപ്പെടും. സ്റ്റാർട്ടിംഗ് ട്രബിളിൽ തുടങ്ങിയ ഈ സർക്കാർ നിങ്ങൾ പ്രതീക്ഷ നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഓക്കെ.